ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സുനിൽ ടോക്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് ഈസ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഫിജി കാർട്ടിനെ കുറിച്ചാണ്. ഫിജി കാർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഫിജി കാർട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്ലാനായ ഹൈബ്രിഡ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. ബൈനറി പ്ലസ് സൺഫ്ലവർ, അതായത് ബൈനറി പ്ലാനും റീപർച്ചേസ് പ്ലാനും കൂടി ചേർന്നതാണ് ഹൈബ്രിഡ് പ്ലാൻ. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ബൈനറി സിസ്റ്റത്തെ കുറിച്ചാണ്. എന്താണ് ബൈനറി? ഇരട്ടിയാകുന്നതാണ് ബൈനറി. ഇപ്പോൾ നമ്മൾ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടുന്നു. 2നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 കിട്ടുന്നു. 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 ആകുന്നു. 8നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 16. 16നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 32. 32 ഇൻറ്റു 2 64. 64 ഇൻറ്റു 2 128. 128 ഇൻറ്റു 2 256. ഇങ്ങനെ പോകുന്ന ശ്രേണിയാണ് ബൈനറി എന്ന് വിളിക്കുന്നത്. ഈ ബൈനറി പ്ലാൻ ഫിജി കാർട്ടിൽ എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. ഫിജി കാർട്ടിലുള്ള ഇൻകം പ്ലാനായ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലാണ് ഈ ബൈനറി സിസ്റ്റം അപ്ലൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഫിജി കാർട്ടിൽ ആദ്യം ജോയിൻ ആകുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഈ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓർഗനൈസേഷനായിട്ടാണ് വരിക. ലെഫ്റ്റ് ഓർഗനൈസേഷൻ എന്നോ റൈറ്റ് ഓർഗനൈസേഷൻ എന്നോ വിളിക്കാം. അല്ലെങ്കിൽ ലെഫ്റ്റ് ചാനൽ എന്നോ റൈറ്റ് ചാനൽ എന്നോ, അല്ലെങ്കിൽ റൈറ്റ് ലെഗ് എന്നോ ലെഫ്റ്റ് ലെഗ് എന്നോ വിളിക്കാം. ഏതായാലും ഈ ബൈനറി സിസ്റ്റമാണ് നമുക്ക് 2 സൈഡിലും ഇംപ്ലിമെന്റ് ആവുക. അതായത് ഒരാൾ വരുന്നു, അവർക്ക് 2 ആക്കാൻ സാധിക്കുന്നു. 2ൽ നിന്ന് 4 ആകുന്നു. 4ൽ നിന്ന് 8 ആകുന്നു. 8 16 ആകുന്നു. 16 32. 32ൽ നിന്ന് 64. 64ൽ നിന്ന് 128. ഈ ശ്രേണിക്ക് അവസാനമുണ്ടോ? ഇങ്ങനെ പോകുന്ന ഈ ലെവലുകളിൽ ഏത് ലെവലുകളിലും വരുമാനം തരുന്നു എന്നതാണ് ഫിജി കാർട്ടിന്റെ പ്രത്യേകത. ഇപ്പൊ 1ാമത്തെ ലെവലായാലും 100ാമത്തെ ലെവലായാലും 1000ന്റെ ലെവലായാലും 1,00,000ന്റെ ലെവലായാലും നിങ്ങൾ ഇവിടെ കമ്പനിക്ക് വേണ്ടി സെയിൽസ് കൊണ്ടുവന്നാൽ, നിങ്ങളോ നിങ്ങളുടെ ടീമോ കൂടി കമ്പനിക്ക് വേണ്ടി സെയിൽസ് കൊണ്ടുവന്നാൽ ഒരു സെയിൽസ് വോളിയത്തിന് 20 രൂപ നിരക്കിൽ നിങ്ങൾ എത്രാമത്തെ ലെവലായാലും കമ്പനി നോക്കുന്നില്ല, നിങ്ങൾക്ക് മാച്ചിങ് ആവുമ്പോൾ വരുമാനം തരുന്നു. അതാണ് കമ്പനിയുടെ വാഗ്ദാനം. ആ ബൈനറി സിസ്റ്റമാണ് ഫിജി കാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിജി കാർട്ട് എന്ന് പറയുന്നത് ആള് ചേർത്ത് വരുമാനം ഉണ്ടാക്കുന്നതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആള് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്ത് വരുമ്പോൾ, സെയിൽസ് വോളിയം ക്രിയേറ്റ് ആകുമ്പോൾ, കമ്പനിക്ക് വിൽപ്പന നടത്തി കൊടുക്കുമ്പോൾ മാത്രമാണ് വരുമാനം കിട്ടുക. ഫിജി കാർട്ടിൽ മാസം 9 ലക്ഷം വരുമാനം നേടാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈനറി സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ബൈനറി സിസ്റ്റത്തിൽ നമുക്കൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് ഓരോ ലെവൽ കഴിയുമ്പോൾ 1ൽ നിന്ന് 2 ആകാനും, 2ൽ നിന്ന് 4 ആകാനും, 4ൽ നിന്ന് 8 ആകാനും, 8ൽ നിന്ന് 16, 16ൽ നിന്ന് 32, 32ൽ നിന്ന് 64, ഇങ്ങനെ ടീം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡെവലപ്മെന്റ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് വരുമാനം കൂടുക. നമ്മുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ ഒരു 1500 സെയിൽസ് വോളിയം, റൈറ്റ് ഓർഗനൈസേഷനിൽ ഒരു 1500 സെയിൽസ് വോളിയം ക്രിയേറ്റ് ആകുമ്പോൾ അവിടെ കമ്പനി നമുക്ക് ഒരു സെയിൽസ് വോളിയത്തിന് 20 രൂപ വെച്ച് 30,000 രൂപ ഒരു ദിവസം തരുന്നു. ഇങ്ങനെ 30 ദിവസം നടന്നാൽ മാത്രമാണ് നമുക്ക് ഒരു മാസം 9 ലക്ഷം രൂപ കിട്ടുക. ഇങ്ങനെ തരാമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് കമ്പനിയുടെ സീലിംഗ് ലിമിറ്റ് ആണ് 9 ലക്ഷം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഫിജി കാർട്ടിൽ ചെയ്യുന്നത്? നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ഇപ്പൊ ഒരു ജോലിയിൽ നിന്നോ നമ്മൾ സെൽഫ് എംപ്ലോയിൽ നിന്നുള്ള വരുമാനത്തിനേക്കാൾ കൂടുതൽ വരുമാനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. കാരണം ഇവിടെ ടീം വർദ്ധിക്കുന്നതിനനുസരിച്ച്, ടീം ബിൽഡിംഗ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ടൈം ലിബറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് വരുമാനം കൂട്ടാൻ സാധിക്കുന്നത്. ഫിജി കാർട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള അടുത്ത മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ പ്ലാനാണ് സൺഫ്ലവർ സിസ്റ്റം അഥവാ റീപർച്ചേസ് പ്ലാൻ. ഇത്
ഫിജിക്കാർഡിലെ ജനറേഷൻ ബോണസിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് ജനറേഷൻ ബോണസ്? 10 പാർട്ണർ സ്റ്റോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചാൽ ആ 10 പാർട്ണർ സ്റ്റോർ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് കമ്പനി സെറ്റ് ചെയ്യുന്നു. പിന്നെ ആ 10 പാർട്ണർ സ്റ്റോറിൽ നിന്ന് വരുന്ന അവര് കൊണ്ടുവരുന്ന പാർട്ണർ സ്റ്റോർ, അതായത് അവര് കൊണ്ടുവരുന്ന പുതിയ പാർട്ണർമാരെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആയിട്ടും ആ സെക്കൻഡ് ജനറേഷന്മാർ കൊണ്ടുവരുന്നത് നമ്മുടെ തേർഡ് ജനറേഷൻ ആയിട്ടും സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന 9 ലെവലുകൾ വരെ വരുന്നവർ റീപർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ ഒറ്റത്തവണയാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പിന്നെയും പിന്നെയും നമ്മൾക്ക് മരണം വരെ നമ്മുടെ കുടുംബത്തിലേക്ക് സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യതയുണ്ട്. അല്ല, നമ്മൾ മരണം വരെ നമ്മുടെ സാധനങ്ങൾക്ക് പറ്റുമോ? ഇപ്പൊ ജോലിയൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റോബോട്ടോ ഒക്കെ വന്ന് പണി തീർക്കാം. പക്ഷെ നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഉൽപ്പന്നങ്ങൾ വാങ്ങാണ്ട് ജീവിക്കാൻ പറ്റുമോ? അതൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് മരണം വരെ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട അവസ്ഥ വരും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട ആവശ്യകതയുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടീം ബിൽഡിംഗ് ബിസിനസ്സൊക്കെ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടാവുന്ന അവസരമാണ് ജനറേഷൻ ബോണസ്. അത് അൺലിമിറ്റഡ് വരുമാനമാണ് നമുക്ക് തരിക. അപ്പൊ ഈ അൺലിമിറ്റഡ് വരുമാനത്തിലാണ് സൺഫ്ലവർ സിസ്റ്റം ഉൾപ്പെടുത്തിയിരുന്നത്. എന്താണ് സൺഫ്ലവർ എന്ന് വെച്ച സിസ്റ്റത്തിന്റെ പ്രത്യേകത? നമ്മളിപ്പോ ഒരു സ്കൂളുകളൊക്കെ പഠിക്കുമ്പോൾ സൂര്യന്റെ ഒരു ചിത്രം വരയ്ക്കാറുണ്ട്. ഒരു റൗണ്ട് വരച്ചിട്ട് അതിന് കുറെ മാർക്ക് സെറ്റ് ചെയ്യുന്ന പോലെ. അതുപോലെ സൺഫ്ലവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എത്ര ലെഗ് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, അത് എത്ര സ്റ്റോർ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇതാണ് സൺഫ്ലവർ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അതുപോലെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും നമ്മളുടെ സ്പോൺസർ ഐ ഡിയിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യാവുന്നതാണ്. ഈ വരുന്നവരൊക്കെ നമ്മുടെ ജനറേഷനായിട്ട് മാറുകയും ചെയ്യുന്നു. അവർ ഭാവിയിൽ റീപർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 20% മുതൽ 50% വരെ മാസ അടിസ്ഥാനത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ് ജനറേഷൻ ബോണസ്. ഭാവിയിലേക്ക് ഉണ്ടാകാൻ നമ്മ ഏറ്റവും വലിയ വരുമാനമായിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്തിനാണ് ഫിജിക്കാർട്ട് ചെയ്യുന്നത്? നമ്മുടെ വീടിന്റെ മുകളിൽ എല്ലാവർക്കും ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാവും അല്ലെ? ആ വാട്ടർ ടാങ്കിലേക്ക് എങ്ങനെയാണ് വെള്ളം എത്തുന്നത്? നമുക്കൊരു കിണറുണ്ടാവും. ആ കിണറിൽ നിന്ന് ഒരു മോട്ടർ ഉണ്ടാവും. ആ മോട്ടറിൽ നിന്ന് ഒരു പൈപ്പിൽ കൂടിയുള്ള വെള്ളമാണ് ആ വാട്ടർ ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്നത്. അതിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് എത്ര പൈപ്പുകളുണ്ട്? നമ്മുടെ വീടിന്റെ താഴെ ബാത്റൂം 1-2 ബാത്റൂം ഉണ്ടെങ്കിൽ അതിൽ ചുരുങ്ങിയത് ഒരു 3-4 ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. നമ്മുടെ കിച്ചണിലെ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. ഇനി ഗാർഡനിങ്ങിന് വേണ്ടി വേറെ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് വെള്ളം ഊർത്തിയെടുക്കുന്നത് പോലെ വെള്ളം അതിനകത്ത് ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് ഒരുപാട് ടാപ്പുകൾ നമ്മൾ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്ര വരുമാനം വരുന്നതിന് എത്ര വഴിയുണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് വരുമാനം വരുന്ന ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മച്ചിയോ വർക്ക് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ വർക്ക് ചെയ്തിട്ടായിരിക്കും. 1-2 ഇൻകം സോഴ്സ് മാത്രമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാവുക. എന്നാൽ ആ വരുന്ന വരുമാനം പോകുന്നതിനോ, നിങ്ങൾക്കൊരു ഹൗസ് ലോൺ ഉണ്ടെങ്കിൽ, ഒരു കാർ ലോൺ ഉണ്ടെങ്കിൽ, ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ അടക്കേണ്ടി വരും. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഭക്ഷണത്തിന്റെ ചെലവ്, ഉൽപ്പന്നങ്ങൾ സാധനങ്ങൾ വാങ്ങേണ്ട ചെലവ്, വരുന്ന വരുമാനത്തിൽ കൂടുതൽ എപ്പോഴും ചെലവുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫിജിക്കാർട്ട് ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ സീറോയിലാണെങ്കിൽ, നിങ്ങൾ ഒരു വരുമാനത്തിന് വേറെ മാർഗമില്ലാണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ട്. ആ വരുമാനം കൂട്ടണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുത്താൽ വരുമാനം കൂടുമോ? നിങ്ങളിപ്പോൾ ഒരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് വരുമാനം വരിക. നിങ്ങൾക്ക് അവിടെ ടൈം കൂട്ടാൻ സാധിക്കില്ല. എന്നാൽ ഫിജിക്കാർട്ടിലേക്ക് നിങ്ങൾ ഒരു 100 സെയിൽസിന്റെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ ടൈം ലിവറേജ് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു. ആ ടീം ഓരോ ബിൽഡ് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള അവസരമാണ് ഫിജിക്കാർട്ട് നൽകുന്നത്. ഫലവൃക്ഷ തൈ നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം വരുമാനം ഉണ്ടാകുക. ആ തൈക്ക് വേണ്ട ജലവും വളവും നൽകിയാലേ അത് പതുക്കെ വളർന്ന് വലിയൊരു മരമായി അതിൽ നിന്ന് ഫലവൃക്ഷങ്ങൾ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഫിജിക്കാർട്ട് എന്നത് നമുക്ക് അതിനകത്തൊരു അവസരം തരുന്നു. നമ്മൾ അതിൽ വന്ന് പതുക്കെ നട്ട് നനച്ച് വളർത്തിയ ഒരു ഫലവൃക്ഷമായിട്ട് മാറ്റിയാൽ നമുക്കും അതിൽ നിന്ന് നമ്മുടെ ജീവിതകാലം മൊത്തമാണോ? ഈ ഫിജിക്കാർട്ട് എന്ന കമ്പനി നമുക്ക് തരുന്ന ID നമ്മുടെ നോമിനി ഫെസിലിറ്റി കൂടി ഉള്ളതാണ്. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ നോമിനി ഐഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ആവുന്ന വരുമാനം മൊത്തം
നമ്മുടെ നോമിനിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിങ്ങിലുള്ളത്. ആ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഫിജികാർട്ട്. ഇനി സുനിൽ ടോക്സിന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്, എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്താനുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിത നിലവാരം ഉയർന്നെങ്കിൽ ആ ജോലി കൊണ്ട് നമുക്ക് വരുമാനം കൂട്ടാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് ജോലിയിൽ നിന്ന് വരുമാനം കൂടാത്തത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റാണ്. എന്താണ് അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കളെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. ഗവൺമെന്റ് ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ഒരു കണക്ക് പരിശോധിച്ച് നോക്കിയാൽ, ഈ വർഷം SLC എഴുതിയ കുട്ടികളുടെ എണ്ണം നേർത്ത് നോക്കിയാൽ എത്രയാണ്? 4,27,152 കുട്ടികളാണ് ഈ വർഷം, ഈ 2024 മാർച്ചിൽ SLC എഴുതിയത്. ഇതിൽ എത്ര കുട്ടികൾ പാസ്സായി? 4,25,000 കുട്ടികൾ പാസ്സായി. ഇവർക്ക് +1 അഡ്മിഷന് വേണ്ടി 4,33,000 സീറ്റുകൾ നമ്മുടെ സർക്കാർ ഇപ്പൊ റെഡിയാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷവും ഇടതുപക്ഷവും കൂടി സീറ്റിന് വേണ്ടി അവർ മത്സരിച്ച് റെഡിയാക്കി സീറ്റ് എല്ലാവർക്കും പഠിപ്പിക്കുന്നതിന് വേണ്ടി സീറ്റ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ +2 കഴിഞ്ഞ് ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ജോലിക്കുള്ള സാധ്യത ഇവിടെ അവർ റെഡിയാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോ അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റാണ്. അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റിലുള്ളത് 28,65,631 പേരാണ്. നമുക്കെല്ലാവർക്കും ജോലി തരാൻ ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടോ? അവർക്കതിന് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിലെ നമ്പർ 1 കോടീശ്വരനായ യൂസഫ് അലി സാറ്, അദ്ദേഹത്തിനോട് ഒരു പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധിക്കുമോ? കാരണം അതിന് വേണ്ട ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് വേണ്ടി വരും. ഇനി പക്ഷെ നമുക്ക് അവർ ജോലി തന്നു എന്ന് വിചാരിക്കാം. ആ യൂസഫ് അലി സാറിന്റെ ഇപ്പൊ 65,000 പേർക്ക് യൂസഫ് അലി സാറിന് ജോലി കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ് അല്ലെ? ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടിത്തരുമോ? കാരണം ഇപ്പൊ യൂസഫ് അലി സാറിന്റെ വരുമാനം ഒന്ന് പരിശോധിച്ചാൽ ഏതാണ്ട് 63,080 കോടിയോളമാണ് അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തൊഴിലാളികളുടെ അക്കൗണ്ടിൽ എത്രയുണ്ടെന്ന് പരിശോധിച്ച് നോക്കിയാലോ? അദ്ദേഹം ഞങ്ങൾ പണിയെടുത്തതെന്ന് ഇത്രയും ഉണ്ടാക്കിയിട്ടില്ലേ, ഞങ്ങൾക്കൊരു കുറച്ച് ശമ്പളം കൂട്ടിത്തരെന്ന് പറഞ്ഞാൽ അവർ കൂട്ടിക്കൊടുക്കുന്നുണ്ടോ? ഒരിക്കലും കൂട്ടിക്കൊടുക്കില്ല. കാരണം 28 ലക്ഷം പേർ ജോലിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുക? നിങ്ങൾക്ക് ഈ ശമ്പളത്തിന് പണിയെടുക്കാൻ പറ്റി പണിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോയിക്കോളാന്നാണ് കൂടുതലും 90% പറയാൻ ചാൻസ് ഉള്ളത്. ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനായ റിലയൻസ് ഗ്രൂപ്പിന്റെ ഓണറായ മുകേഷ് അംബാനി, അദ്ദേഹം 3.25 ലക്ഷത്തോളം പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു കുറച്ച് പേര് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് സമരം നടത്തി കഴിഞ്ഞാൽ ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടുമോ? ഇല്ല. ഇവിടെ തൊഴിലന്വേഷകരുടെ എണ്ണം വളരെ കൂടുതലും തൊഴിലവസരങ്ങൾ വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഒരു ചാൻസും ഇല്ല. അവിടെ ജോലിയിൽ നിന്നുള്ള പറഞ്ഞുവിടാനാണ് ചാൻസ്. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റ് 0 ആക്കിയാൽ മാത്രമാണ് നമുക്ക് ഒരു ശമ്പള വർധനവോ, ഇപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് പണിയെടുത്ത് ഇത്രയും വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ? അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ മുകേഷ് അംബാനി ആയാലും MA യൂസഫ് അലി സാർ ആയാലും അവർക്ക് അവരുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് പണിയെടുത്ത് ഇത്രയും സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ? അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടല്ലേ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവുമോ? അതിനാണ് ഒരു ടീം ബിൽഡ് ചെയ്യണം എന്ന് പറയുന്നത്. അവരൊരു ടീം ഉണ്ടാക്കി അവർ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്ത് ഒഴിവാക്കുന്നു. ഇവിടെ നമ്മൾ വരുന്നത് എന്തിനാണ്? നമ്മൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഫിജികാർട്ടിലേക്ക് നിന്ന് ടീം ബിൽഡ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമാണ് ഫിജികാർട്ട് നൽകുന്നത്. ഈ ചാനലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റ് 0 ആക്കുക എന്നാണ് എന്റെ ലക്ഷ്യമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നത്. ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്തണം എന്നുള്ളത്. ആ ജീവിത നിലവാരം ഉയർത്തണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ശമ്പളത്തിലേക്ക് മാറണമെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റ് ഇവിടെ ഉണ്ടാകരുത്. തൊഴിൽ കൊടുക്കുന്നവർക്ക് തൊഴിലാളികൾ കിട്ടാതായാൽ മാത്രമാണ് അവർ ശമ്പളം കൂട്ടിത്തരാൻ തയ്യാറാവുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സവാളയ്ക്കൊക്കെ വിലവർധന വരാറുണ്ട്. എങ്ങനെയാണ് സവാളയ്ക്ക് വിലവർധന വരുന്നത്? സവാളയ്ക്ക് ക്ഷാമം നേരുമ്പോൾ, സവാളയ്ക്ക് ദൗർബല്യം ഉണ്ടാകുമ്പോൾ, സവാള ലഭ്യമാകാത്തപ്പോഴാണ് സവാളയ്ക്ക് വില കൂടുന്നത്. അതുപോലെ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് കിട്ടാത്ത രീതിയിൽ ഒരു തൊഴിൽ ഉടമയ്ക്ക് തൊഴിലാളിയെ കിട്ടാതായാൽ മാത്രമാണ് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള സാഹചര്യത്തിൽ വരുമാനം ശമ്പളം കൂട്ടുന്ന രീതിയിൽ അവരെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്.
നിങ്ങളെ ഗവൺമെന്റ് പഠിപ്പിച്ച് ഇപ്പൊ ജോലിക്കാരനാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ മൊത്തം മറ്റു രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലാളികളായിട്ട് വിടുന്നതിനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റു രാജ്യങ്ങളിലുള്ള തൊഴിൽ ദാതാക്കൾക്ക് തൊഴിലെടുക്കുന്ന ആൾക്കാരായിട്ട് കേരളത്തിലുള്ള മലയാളികളെ കയറ്റിവിടുന്ന സമ്പ്രദായമാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ നമുക്കുള്ളൊരു വലിയൊരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന ഇൻഡസ്ട്രി. നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ജീവിത വിജയം ഉണ്ടാകാൻ സാധിക്കില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഒരു ടീം വർക്കിലൂടെ അതിനുള്ള അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക, ഫിജി കാർഡിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിജി കാർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.